നമ്മുടെ ഈ സൈറ്റിൻ്റെ കമ്പി കെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ അല്ല ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് വരെയുള്ള കമ്പി കെട്ടിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കോളം കോൺക്രീറ്റ് ആണ് വരുന്നത്. കോളത്തിൻ്റെ കമ്പിയുടെ ഡീറ്റെയിൽസ്, സ്റ്റീലിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ഡിസൈനിങ്, അതായത് നമ്മൾ ലാപ്പിങ്. അതിനകത്ത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ലാപ്പിങ്. അപ്പോൾ ലാപ്പിങ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റൂഫിൻ്റെ ടോട്ടൽ ഹൈറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മേളിലും താഴെയും ഉള്ള ഓരോ പോർഷനിലും നമ്മൾ ലാപ്പിങ് ചെയ്യത്തില്ല. സെൻട്രൽ വരുന്ന പോർഷനിലാണ് നമ്മൾ ലാപ്പിങ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ വരുന്ന പോർഷനിൽ എല്ലാ കമ്പിയും ഒരേ സ്ഥലത്ത് ലാപ്പ് ചെയ്തില്ല. അപ്പോൾ ഒരു കമ്പി ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പോർഷനാണ് ഇത്. ഇത് രണ്ടാമത്തെ പോർഷൻ, ഇത് മൂന്നാമത്തെ പോർഷൻ. അപ്പം ഇവിടെ കണ്ടോ, ഇത് രണ്ടാമത്തെ പോർഷൻ ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കമ്പി അവിടെ ലാപ്പ് ചെയ്തില്ല, അത് മൂന്നാമത്തെ പോർഷനിലേ ലാപ്പ് ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ ലാപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ഈ കമ്പി നമ്മൾ അവിടെ ലാപ്പിംഗ് കൊടുക്കത്തില്ല. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറഫ് നമ്മൾ കട്ടി നിർത്തുമ്പോഴത്തേക്ക് 135 ഡിഗ്രി തന്നെ കറക്റ്റായിട്ടും നിർത്തണം. 90 ഡിഗ്രിയിലല്ല, 135 ഡിഗ്രി തന്നെ നിർത്തണം. അത് പ്രത്യേകം നമ്മൾ എല്ലാ സൈറ്റിലും പറയുന്നതാണ്. ഈ കോൺക്രീറ്റ് ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ പോർഷൻ വന്നിട്ട് എല്ലാത്തിലും ഒരേ സൈഡിലല്ല നിർത്തിക്കുന്നത്. വേണ്ട, ഇതിനിപ്പം ഈ കോർണറിലാണ് വന്നിട്ടുള്ളെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡ് പോകും. അതുപോലെ വേണ്ട, ഇതിൻ്റെ തൊട്ട് താഴത്തെ കമ്പിയിലാണെങ്കിൽ ഈ സൈഡിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കറങ്ങി പോകും. എല്ലാം ഒരേ സൈഡിലല്ല എൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കോളം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോളത്തിൽ തന്നെ ഇതുപോലെ ബോക്സ് വയ്ക്കും. അതിനകത്താണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ഷൂ വയ്ക്കുമെന്ന് പറയും. ഇതുപോലെ അടിയിൽ ഒരു സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്യണം. കറക്റ്റ് സ്പേസ് നോക്കിയിട്ട് ഇതിനെ നമ്മൾ പൊളിച്ച് മാറ്റും. അത് പൊളിച്ച് മാറ്റുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ ഇരിക്കും. ഇതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് അതുപോലെ ബോക്സ് ഇറക്കിയിട്ട് അതിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ബോക്സ് സെറ്റ് ചെയ്യുന്നത് ഇതാണ് ബോക്സ് സെറ്റ് ചെയ്യുന്നത്. നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് ബോക്സ് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ബോക്സ് ഷേപ്പിലുള്ള 2 ബോക്സ് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കാണ് സ്ക്വയറായിട്ട് കിട്ടുന്നത്. ഈ ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളം അതിനനുസരിച്ച് കവറിങ് കറക്റ്റ് ആക്കിക്കൊണ്ട് ഈ കോളത്തിനെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം കവറിങ് കറക്റ്റാക്കി കവറിങ് ബ്ലോക്ക് വെച്ചിട്ട് തന്നെ ഇതിനെ കോളം ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതിനകത്ത് കോൺക്രീറ്റ് ചെയ്യാവൂ. ഷൂ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഇതാണ് കേട്ടോ. കോളം നമ്മൾ ബോക്സ് വയ്ക്കുമ്പോഴത്തേക്കുണ്ടാവും ഈ ഷൂ കവർ ചെയ്ത് നിൽക്കും. ഇതുകൂടെ വയ്ക്കുമ്പോഴത്തേക്ക് കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് വീഴും. മറ്റേത് ഇതിന് അടി സൈഡിൽ കോൺക്രീറ്റ് വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷൂ ആദ്യം നമ്മൾ ചെയ്തിട്ട് ബോക്സ് വയ്ക്കുന്നത്.